പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ 12 ശനിയാഴ്ച. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ അൾത്താരയിൽ നടന്ന 10,000 ആരാധന യോഗ്യതയാൽ അങ്ങയുടെ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു. ഈശോയെ, ഇന്ന് എന്തിനു വേണ്ടിയാണ് അങ്ങയുടെ മക്കൾ ഈ രാവിലെ 5:30 മണിക്ക് മുട്ടുകുത്തുന്നത്? ഇന്ന് എപ്പോഴായാലും ഈ മൊബൈൽ ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ആരെപ്പോൾ പങ്കെടുത്താലും
അവരെന്തിനു വേണ്ടിയാണോ ആ പ്രാർത്ഥന പങ്കെടുക്കുന്നത്, ആ വിഷയത്തെ കർത്താവെ ഇന്ന് ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ അവരത് കാഴ്ചവെക്കുന്ന കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥനയുടെ ഫലമായി പ്രാർത്ഥന നിയോഗം വച്ചിരിക്കുന്ന മക്കൾ ആ നിയോഗം വച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാക്കുന്ന അടയാളം കർത്താവെ അങ്ങയുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഒത്തിരിയേറെ കൊതിയോടെയും ആർത്തിയോടെയും ആശങ്കയോടെയും കർത്താവെ ഇന്ന് നിയോഗ പ്രാർത്ഥന സമയത്ത് നിയോഗം വെച്ചവരുണ്ട് ഈശോയെ. അതിൻ്റെ ഒറ്റ നിയോഗം വരും കർത്താവെ തള്ളിക്കളയരുത്. അഥവാ ഏതെങ്കിലും നിയോഗത്തിന് കാലതാമസം ഉണ്ടെങ്കിൽ അതിന് അവർക്ക് അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ആശ്വാസവും ആത്മധൈര്യവും അങ്ങയുടെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ സംസാരങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. നീ കഴിക്കുന്ന ഭക്ഷണം, ഇന്ന് കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തെ കർത്താവിന് നന്ദിയോടെ ആശീർവദിക്കുന്നു. നീ ധരിക്കുന്ന വസ്ത്രത്തെ ആശീർവദിക്കുന്നു. നിൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ ഓർമ്മയിലും കർത്താവിൻ്റെ സാന്നിധ്യത്തിലും അതിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ അവബോധം നിനക്കുണ്ടായിട്ടും ദൈവസ്നേഹം നിൻ്റെ ഹൃദയത്തിൽ വളരാൻ വേണ്ടി ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയ നീയും നിൻ്റെ കുടുംബവും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടും. നിൻ്റെ ഉദ്യമങ്ങൾ, ഇന്നത്തെ നിൻ്റെ നിയോഗങ്ങൾ, ഇന്നത്തെ നിൻ്റെ കഷ്ടപ്പാടുകൾ, ഇന്നത്തെ എല്ലാ നിൻ്റെ ഞെരുക്കങ്ങൾ കർത്താവ് ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വീശ്വരൻ നീക്കും. ആമേൻ. കാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കല്ലേ. ഇപ്പം നാളെ അവസാന ഞായറാഴ്ച അല്ലേ. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് പറയണ ഞാൻ കേട്ടിട്ട് നിങ്ങൾ ഇന്നലെ പറഞ്ഞ കൂടി ഞാൻ കേട്ടേക്കണം. അത് ഒറ്റ സമയത്ത് കർത്താവ് നൽകിയ വെളിപ്പാടുകളാണ്. ഇന്ന് നമ്മൾ പറയാൻ പോണത് യോഹന്നാൻ 4:34 ഇതിന് കൂടെ ചേർത്ത് വരുന്നൊരു വചനമാണ്, ഞെട്ടിക്കുന്ന വചനമാണ്. യോഹന്നാൻ 17:4 രണ്ടും ഒരു വചനമാണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ദൈവതിരുമനസ്സ് നിറവേറ്റിക്കൊണ്ട് ആത്മാവിൽ സന്തോഷിച്ച് സ്വസ്ഥഗീതം പാടുന്ന, സഹനങ്ങളിൽ സ്വസ്ഥഗീതം പാടുന്ന സുന്ദരമായ ഒരു സന്ദേശങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോണത്. യോഹന്നാന്റെ സുവിശേഷം 4:34 വായിച്ചേ. യേശു പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. അപ്പം അതൊരു ഭക്ഷണമാണ്. രണ്ട് ഭക്ഷണമുണ്ട്. സ്പിരിച്വൽ ഫുഡും ഉണ്ട്, മെറ്റീരിയൽ ഫുഡും ഉണ്ട്. സ്പിരിച്വൽ ഫുഡ് എന്താണ്? ഒന്നിനു വായിച്ചേ. 4:34 വായിച്ചേ. എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയാണ് അന്ന് വേണ്ട ആഹാരം എന്ന് പറയണത്. അതെ, അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. അത് ഭക്ഷണമാണ്. എന്നിട്ട് ഈ ഭക്ഷണം പുള്ളിക്കാരൻ കഴിക്കും, വൃത്തിമേനായിട്ട് കഴിക്കും. അതായത് അന്ത്യത്താഴത്ത് കഴിക്കത്തില്ല എന്ന് പറയും. ഞാൻ പിതാവിൻ്റെ ടേബിളിൽ ഞാനും അപ്പായും കൂടി 31 വർഷത്തിന് ശേഷം ഒരുമിച്ചിരിക്കുന്ന ദിവസമാണ് നാളെ എന്ന് പറയും. അന്ത്യത്താഴത്തെക്കുറിച്ച് കുരിശുമരണത്തെക്കുറിച്ച് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയും. കഴിക്കത്തില്ല. പക്ഷേ എന്നിട്ട് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞേച്ചും ആ ഭാഗം വായിച്ചു. ലൂക്ക 22:18 ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. ഉപവാസമാണ്. എന്തിനുവേണ്ടി ഉപവസിക്കണത്? നമ്മൾ ഈ കാലങ്ങളിൽ ഉപവസിക്കണം എന്തിനാണ്? നമ്മുടെ മകളെ കെട്ടിക്കാൻ, നമുക്ക് PR കിട്ടാൻ, പെൻഷൻ കിട്ടാൻ അല്ലേ? അതിനുവേണ്ടി ഉപവസിക്കണമെന്ന് ഞാൻ ഉപവസിക്കേണ്ടതെന്ന് പറയത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. ഒരു ഭാര്യയും ഭർത്താവും കൂടി അവർ കേസിൽപ്പെട്ടു സിംഗപ്പൂരിൽ. അപ്പോൾ അവർ തീരുമാനിച്ചു, ഞങ്ങൾ തമ്മിൽ ഇനി ശാരീരികമായ ബന്ധമില്ല. കർത്താവ് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കുന്നവരെ, കാര്യം ഞങ്ങൾ പെട്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ കരുണ ഇതിലേക്ക് ആവസിക്കുന്നവരെ ഞങ്ങൾ എല്ലാവർക്കും ദാനം ചെയ്യും, ഞങ്ങളുടെ ശമ്പളങ്ങളെല്ലാം. എന്തൊരു സാക്ഷ്യമാണെന്ന് ഇന്നലെ പറഞ്ഞത്. അത് ഉപവാസമാണ്. പക്ഷെ അതൊരു മെറ്റീരിയൽ ഗെയിന് വേണ്ടിയുള്ള ഉപവാസമാണ്. ഈശോയുടെ ഉപവാസം എന്താ? ഈശോയുടെ ഉപവാസം നോക്കിയേ. ലൂക്ക 22:18 വായിച്ചേ. ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. അപ്പം എന്തിനാണ് ഈശോ ഉപവസിക്കുന്നത്? ദൈവരാജ്യം വരാനാണ്.
സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ദിവസങ്ങളാണ് ഈശോയ്ക്ക്. അത് സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ആൾ ഗെത്സെമനി മുട്ടുകുത്തണത്. അത്താഴം കഴിഞ്ഞതിന് ശേഷം ഇതും പറഞ്ഞതിന് ശേഷം അവൻ എഴുന്നേറ്റ് നിന്നിട്ട് സ്വസ്ത്രഗീതം ആലപിക്കും. കാര്യം എന്താണ്? ദൈവരാജ്യത്തിൻ്റെ സ്വസ്ത്രഗീതമാണ് ആലപിക്കുന്നത്. ദൈവരാജ്യം ഇതിനു വേണ്ടിയല്ലേ അവൻ മാംസമായത്? അത് സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് സ്വസ്ത്രഗീതം ആലപിക്കും. വരാൻ പോകുന്ന ദൈവരാജ്യത്തെക്കുറിച്ച് ഓർത്തിട്ട് ആൾ സന്തോഷിച്ച് സ്വസ്ത്രഗീതം ആലപിക്കും. മർക്കോസ് 14:25-26 സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം ഇതാണ് സാധനം. ഇത് പരിശുദ്ധാത്മാവ് ഇപ്പം പറഞ്ഞത്. എന്തിനാണ് ഈ സ്വസ്ത്രഗീതം ആലപിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഉപവസിക്കുകയാണ്. ഇനി എന്താണ്? ഇനി ഭക്ഷണം കഴിക്കും. എന്താണ്? ദൈവരാജ്യത്തിൽ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരെ കുരിശിലെ കാര്യമാണ് പറയണത്. കുരിശിനെ കുറിച്ചാണ് ഈ സ്വസ്ത്രഗീതം ആലപിക്കുന്നത്. കുരിശിലാണ് എൻ്റെ ഈശോ, നിൻ്റെ ഈശോ ഈ ദൈവരാജ്യത്തെ എൻ്റെ പിതാവിൻ്റെ നിറവേറ്റുന്ന ആ ദൈവരാജ്യത്തിൻ്റെ ഭക്ഷസദ്യ ഉണ്ണണത്, പിതാവിൻ്റെ മനസ്സ് നിറവേറ്റുന്നത്. ഇത് സംഭവിക്കണം എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് ഗെത്സെമനിൽ അത് പറയുന്നുണ്ട്. ഈ ദൈവരാജ്യം സംഭവിക്കുന്നതിനെ ഓർത്തിട്ടാണ് നേരത്തെ സ്വസ്ത്രഗീതം ആലപിക്കുന്നത്. എന്നിട്ട് അടുത്തത് പിന്നെ മുട്ടുകുത്തുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17:4 അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് കേട്ടെ നോക്കിയേ, എന്താണ്? അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി ലാസ്റ്റ് മുട്ടുകുത്തുകണേ. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയായിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ഇനി ഇതിൻ്റെ കൂടെയാണ് നിങ്ങൾ പഴയത് വായിക്കേണ്ടത്. ഏതാണെന്നറിയാവോ? ആ 4:34. ഈ 17 യോഹന്നാൻ 17:4 കൂടെയാണ് അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതതിൻ്റെ പൂക്കളാണ്. ഇതിൻ്റെ വേരെന്ന് പറഞ്ഞാൽ ഇത് സ്റ്റെമ്മും വേരും കിടക്കണം എവിടെയാണെന്ന് അറിയാമോ? 4:34 യോഹന്നാൻ്റെ. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയാണ്, അവൻ്റെ ജോലി പൂർത്തിയാക്കുകയാണ് എൻ്റെ ഭക്ഷണം. ഈ ഭക്ഷണം കഴിക്കാൻ കുരിശിലേക്ക് കയറുന്നതിന് മുമ്പ്, കുരിശാണ് ശരി അവരൊരു ഭക്ഷണമേശയായിട്ട് വരണത്. അവിടെ കയറുമ്പോൾ ഗെത്സെമനി മുട്ടുകുത്തിയിട്ട് പറഞ്ഞത് എന്താണ്? പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്താണ്? അങ്ങേൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന്. ഇതാണ് തിരുമനസ്, പിതാവിൻ്റെ തിരുമനസ്. ഇതാണ് ദൈവരാജ്യ ഈശോയുടെ ദൈവതിരുമനസ്, പിതാവിൻ്റെ തിരുമനസ്. ഇതാണ് കർത്താവിന് അന്നു ഡെയിലി ബ്രെഡ്, അന്നു വേണ്ട ആഹാരം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതാണ് പ്രലോഭനം എന്ന് പറയുന്നത്. അതാണ് ലീഡസ് നോട്ട് ടു ടെംപ്റ്റ്, ഡെലിവർ us from evil. ആമേൻ. ഇപ്പോൾ ഈവിൾ കാണുന്നുണ്ട് ആൾ. ഗെത്സെമനി വരാൻ പോകുന്ന ഈവിളിനെ കാണുന്നുണ്ട്. ആ തൽക്കാലത്തേക്ക് വിട്ടുപോയ പിശാച് വീണ്ടും വരുന്നുണ്ട് ഗെത്സെമനിയിൽ. അതാണ് ഈവിൾ എന്നും പറഞ്ഞ് പറയണത്. ലീഡസ് നോട്ട് ടു ടെംപ്റ്റേഷൻ, ഡെലിവർ us from the evil. കണ്ടാ, അന്ന് കർത്താവ് പരസ്യജീവിതം തുടങ്ങിയ കാലത്ത് കർത്താവ് ആട്ടിപ്പുറത്താക്കിയ ആ പിശാച് വീണ്ടും വരണമെന്ന് ഗെത്സെമനിയിൽ. അത് കണ്ടുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇഴന്നുറിഞ്ഞ് ഇതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് പിതാവ് കുരിശിൻ്റെ നടക്കുന്ന കുരിശ് പൂത്ത് നിൽക്കണ പോലെ കുരിശ് വിജയം വരിക്കണമാണ്. അവൻ രാജാവായിട്ട് തന്നെ കുരിശെ കിടക്കും. പ്രലോഭനങ്ങൾ അതിജീവിച്ചുകൊണ്ട് തന്നെ അവൻ കിടക്കും. ഒരു നോൻപും ഒരു ദുഃഖവെള്ളിയും ഒരു വലിയ വേഴവും ഒരു ദുഃഖശനിയും ഒരു ഉത്ഥാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ തനി പകർപ്പുകളാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളാണ്. അഥവാ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ കർത്താവിൻ്റെ ഗെത്സെമനികളും കർത്താവിൻ്റെ കുരിശാരോഹണവും കർത്താവിൻ്റെ തിരുമരണവും എല്ലാം പ്രഖ്യാപിക്കുന്നു. ഉയർപ്പ് വിശ്വസിച്ചുകൊണ്ട്, മരണം പ്രഖ്യാപിച്ചുകൊണ്ട്, വരവ് കാത്തിരുന്നുകൊണ്ട്
നമുക്ക് മുന്നേറാം. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.